ഹായ് വെൽക്കം ബാക്ക് ടു വഹീസ് റെസിപ്പി. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു നാടൻ സാമ്പാറാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി നല്ല വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. 2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് വേവാൻ വെക്കാം. നന്നായി വെന്ത് ഉടഞ്ഞു വരണം. സാമ്പാറിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയ ക്യൂബ്സായിട്ട് വേണം കട്ട് ചെയ്യാൻ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാമ്പാറിലുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അധികം വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായി അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പരിപ്പ് ഇവിടെ വെന്ത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെജിറ്റബിൾസും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു കപ്പ് വെള്ളവും ചേർത്ത് വെജിറ്റബിൾസ് ഒന്ന് വേവാനായി വെക്കാം. തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് നെല്ലിക്ക വലിപ്പത്തിലും കുറച്ച് കൂടുതൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് 1/4 ടീസ്പൂൺ ജീരകം, അല്പം ഉലുവ, അല്പം കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 8 ഉണക്കമുളക്, 2 അല്ലി വെളുത്തുള്ളി, അല്പം കറിവേപ്പില, ചെറിയുള്ളി കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അല്പം കായവും കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ളതും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്ത് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുക്കാം. ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യാറ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർക്കാവുന്നതാണ്. ഇത് ചേർത്തത് കൊണ്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ മുരിഞ്ഞ് വന്നതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചു വെച്ച തേങ്ങക്കൂട്ടിലേക്ക് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണിത്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറും കൂടി കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും ബാലൻസായി കിട്ടാൻ വേണ്ടിയാണ് കറിയിൽ ശർക്കര ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കറി തിളച്ചിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും, അല്പം ഉണക്കമുളകും, അല്പം ജീരകവും, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കറിയിലേക്ക് താളിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിഷ് യു എ ഹാപ്പി ഓണം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.
താങ്ക് യു ഫോർ വാച്ചിങ്.